നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നെക്ക് എംബ്രോയ്ഡറി ഡിസൈനാണ് ചെയ്യുന്നത്. ഉഷ ജനോ വണ്ടർ സ്റ്റിച്ച് സൂയിങ് മെഷീൻ ഉപയോഗിച്ച് ഇൻബിൽ സ്റ്റിച്ച് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത്. ഞാനിവിടെ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ബോട്ട് നെക്കാണ് വരച്ചിരിക്കുന്നത്. 2-3 ലൈനുകളും കൂടെ അധികമായിട്ട് വരച്ചിട്ടുണ്ട്. ഒട്ടും എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാത്ത ആർക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണിത്. ഇതിനായിട്ട് ഇൻബിൽറ്റ് സ്റ്റിച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് പ്രഷർ ഫുട്ട് ഇട്ടിട്ടുണ്ട്. ഫീഡ് ഡോഗ് ഉയർത്തി വെച്ചിട്ടുണ്ട്. സാധാരണ മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ. ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ വെക്കാം. അതിന് മുകളിൽ തുണി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പ്രഷർ ഫുട്ടും ഫീഡ് ഡോഗും ഉപയോഗിക്കുന്നത് കൊണ്ട് എംബ്രോയ്ഡറി ഹൂപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സെൻറ്റർ മാർക്ക് ചെയ്യാം. പേപ്പർ മാറിപ്പോകാതിരിക്കാൻ കുറച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇനി മെഷീൻ സെറ്റിങ്സ് നോക്കാം. ലെങ്ത് 0-ൽ നിന്ന് 1 പോയിൻ്റ് നീക്കിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ടറിൽ എച്ച് സെലക്ട് ചെയ്യാം. എച്ചിൽ കിട്ടുന്നത് ഈ സ്റ്റിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വിഡ്ത്തിൽ സിക്സാഗ് പാർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ടെൻഷൻ 2. ഇതുപോലെ സർക്കിളിൻ്റെ പകുതി ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഭാഗം കഴിയുമ്പോൾ മറ്റേ ഭാഗം മറ്റേ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം തുണി ചുളുങ്ങിപ്പോയില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പിടിച്ച് തയ്ച്ച് വൃത്തിയായി തയ്ച്ച് പോകണം. ഇനി എതിർവശത്തേക്ക്. കഴുത്തിൻ്റെ സർക്കിളും ഇതുപോലെ പകുതി ഭാഗത്ത് നിന്ന് 2 വശങ്ങളിലേക്കുമാണ് തയ്ക്കുന്നത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.